നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്മ ഞാൻ തിരിച്ചു പോകുക. കഴിഞ്ഞ മാസം 16-ന് പുലർച്ചെ 12:10 സിദ്ധാർത്ഥൻ അമ്മ ഷീബയ്ക്ക് അയച്ച ഈ വാട്സപ്പ് സന്ദേശം യാത്രാമൊഴി പോലെയായി. പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസ് ഹോസ്റ്റലിൽ 18-നായിരുന്നു സിദ്ധാർത്ഥന്റെ മരണം. വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ എറണാകുളത്ത് എത്തിയപ്പോൾ കൂട്ടുകാരൻ മടങ്ങാൻ ആവശ്യപ്പെട്ടതോടെ സിദ്ധാർത്ഥൻ പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ച് കോളേജിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. പണം അയച്ചിട്ടുണ്ടെന്ന് വൈകിട്ട് 6:23-ന് ഷീബ സന്ദേശം അയച്ചപ്പോൾ ഓക്കെ എന്ന മറുപടി എത്തി. ഇതായിരുന്നു അമ്മയ്ക്കുള്ള സിദ്ധാർത്ഥന്റെ അവസാന വാട്സപ്പ് മെസ്സേജ്. കിടന്നു എന്ന് 17-ന് രാത്രി 10:28-നും എണീറ്റോ എന്ന് 18-ന് രാവിലെ 9:12-നും അമ്മ ചോദിച്ചിരുന്നെങ്കിലും മറുപടി ഉണ്ടായില്ല. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഷീബ സിദ്ധാർത്ഥന്റെ മൊബൈലിൽ വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തു. 4 മിനിറ്റ് സംസാരിച്ചു. 24-ന് നാട്ടിലെത്തും, ആറ്റുകാല ക്ഷേത്രത്തിലെ പൊങ്കാല കാണണം, നെയ്യാറ്റിൻകര ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അവസാന വാക്കുകൾ ഇതായിരുന്നു. മകൻ നേരിടുന്ന ക്രൂരതയുടെ ഗൗരവം അപ്പോഴൊന്നും ആ അമ്മ അറിഞ്ഞിരുന്നില്ല. അതേസമയം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സഹപാഠി അക്ഷയനെ പ്രതി ചേർക്കാത്തതിന്റെ ദുരൂഹതയെന്നും കുടുംബം. മരിക്കുന്നതിന് അവസാനത്തെ 3 ദിവസം സിദ്ധാർത്ഥന്റെ ഒപ്പം ഉണ്ടായിരുന്നത് അക്ഷയാണെന്ന് പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. മകനെ ഫോണിൽ കിട്ടാത്ത സാഹചര്യത്തിൽ സഹപാഠി അക്ഷയനെ വിളിച്ചാണ് കാര്യങ്ങൾ തിരക്കിയിരുന്നത്. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യുന്ന ദിവസവും അക്ഷയ് വഴിയാണ് മകനുമായി ബന്ധപ്പെട്ടതെന്നും പിതാവ് വ്യക്തമാക്കി. സിദ്ധാർത്ഥന്റെ മൃതദേഹം വീട്ടിലെത്തിക്കുമ്പോൾ അക്ഷയ് കൂടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ മറക്കുകയാണ്. താനുമായി ബന്ധപ്പെട്ട 5-6 കുട്ടികളെയാണ് കുറിച്ച് യാതൊരു വിവരമില്ലെന്ന് മാതാവ് പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അക്ഷയ് കള്ളം പറയുന്നുണ്ട്. സഹപാഠി മാത്രം പ്രതിയല്ലാതെ മാറി നിൽക്കുന്നു. അക്ഷയനെ ചോദ്യം ചെയ്താൽ സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുമെന്നും ബന്ധുവും ചൂണ്ടിക്കാട്ടുന്നു. ഫെബ്രുവരി 18-നാണ് BVSC 2ാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ വെറ്റിനറി സർവകലാശാലയിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രണയദിനത്തിൽ കോളേജിൽ വിദ്യാർത്ഥിനികൾക്കൊപ്പം നൃത്തം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ സിദ്ധാർത്ഥിനെ ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നിരുന്നു. സിദ്ധാർത്ഥിന് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോളേജ് യൂണിയൻ ഭാരവാഹികളും SFI നേതാക്കളും അടക്കമുള്ള 18 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഴുവൻ പ്രതികളെയും പിടിക്കാൻ കഴിഞ്ഞെങ്കിലും തുടക്കത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി വിമർശനമുണ്ട്. കുറ്റകൃത്യം നടന്നാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഡീൻ മഹസർ തയ്യാറാക്കുന്നതുവരെ സംഭവസ്ഥലം സീൽ ചെയ്യണമെന്നാണ്. കൊന്നതാണെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് തെളിയിക്കണമെങ്കിൽ തൂങ്ങാൻ ഉപയോഗിച്ച വസ്തു കൂടി ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധിക്കണം. തുടിയുടെ നൂലിന്റെ മർദ്ദം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ കൊലപാതകമാണോ തൂങ്ങിമരണമാണോ എന്ന് സംശയമില്ലാതെ പറയാൻ കഴിയും. പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം കൊണ്ടുവന്നപ്പോൾ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച വസ്തു പോലീസ് കൊണ്ടുവന്നിട്ടില്ലെന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴുത്തിലുൾപ്പെടെ 18 സ്ഥലങ്ങളിൽ പരിക്കുകളുണ്ടെന്ന് വൈത്തിരി പോലീസ് മാർക്ക് ചെയ്ത സർജൻ നൽകിയിട്ടുണ്ട്. ഇത് തന്നെ സംശയത്തിന് വക നൽകുന്നതിനാൽ എന്തുകൊണ്ട് സംഭവ സ്ഥലം സീൽ ചെയ്യുന്ന കാര്യത്തിൽ പോലീസ് ജാഗ്രത കാണിച്ചില്ലെന്ന ചോദ്യവും പ്രസക്തമാണ്.